വെൽക്കം ടു ഇംഗ്ലീഷ് ലോഞ്ച്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള അഥവാ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇന്ന് ഗ്രാമറിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ പ്രൊനൗൺസ് തന്നെയാണ്. കുഞ്ഞു ക്ലാസ്സിലെ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണല്ലേ നൗണും പ്രൊനൗൺസ് ഒക്കെ. ഇനി ഇതെല്ലാം നമ്മുടെ ഗ്രാമറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആൻഡ് ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ നമുക്ക് സെഷനിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ നമുക്കറിയാം, പ്രോനൗൺസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അറിയുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ് നൗൺ എന്ന് പറയുന്നത്. എന്റെ ഈ നൗൺ എന്ന് പറയുന്നത്, ഈ നൗണും പ്രോനൗണൊക്കെ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്ന ആൾക്കാരാണ്. നമുക്ക് പ്രധാനമായും 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ഉള്ളത്. ഏതൊക്കെ ഈ പാർട്സ് ഓഫ് സ്പീച്ച്? നമ്മൾ കുഞ്ഞിലേ പഠിച്ചതാണ്. നൗണ്, പ്രൊനൗൺസ്, വേർബ്സ്, adjectives, adverbs, prepositions, conjunctions അഥവാ കണക്റ്റീവ്സ് എന്ന് പറയാം, ആൻഡ് ഇന്റർജങ്ഷൻസ്. ഇവരെല്ലാം ചേർന്ന് വരുന്ന ഒരു ഫാമിലിനെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് ഫാമിലി എന്ന് നമ്മൾ പറയുന്നത്, അഥവാ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ പാർട്സ് ഓഫ് സ്പീച്ചിലെ ആദ്യത്തെ ആളാണ് നമ്മുടെ നൗൺ എന്ന് പറയുന്നത്. സോ നൗൺ നമ്മൾ ഒരു വേറെ സെഷനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. നൗൺ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ് അല്ലെ. നെയിമിംഗ് വേർഡ് ആണെന്ന് നമുക്ക് പറയാം. അതായത് ഒരു പേഴ്സന്റെ പേര്, ഒരു സ്ഥലത്തിന്റെ പേര്, ഒരു വസ്തുവിന്റെ പേര്, ഒരു ആനിമലിന്റെ പേര്, എന്തിന്റെങ്കിലും പേരിനെ സൂചിപ്പിക്കുന്നത് എന്തോ അതിനെയാണ് നമ്മൾ നൗൺ അഥവാ നാമം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഇപ്പൊ ഒരു പേഴ്സന്റെ പേരാണെങ്കിൽ നമുക്ക് പറയാം സീന അല്ലെ. ഒരു വ്യക്തിയുടെ പേരാണ് സീന. ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞാലോ കാനഡ അല്ലെ. ഒരു സ്ഥലത്തിന്റെ പേരാണ് കാനഡ. അടുത്തത് എന്തു പറയാം? ബെഞ്ച് അല്ലേ. ഒരു തിങ് ആണ് ബെഞ്ച്. ലയൺ അല്ലേ. ഒരു ആനിമലിന്റെ പേര്, ഒരു തിങ്ങിന്റെ പേര്, ഒരു സ്ഥലത്തിന്റെ പേര്, ഒരു പേഴ്സന്റെ പേര്, ഇത്രയേ ഉള്ളൂ. എന്തിന്റെങ്കിലും പേരിനെ സൂചിപ്പിക്കുന്നത് എന്തോ അതിനെ നൗൺ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സെന്റൻസിൽ എന്തായാലും ഒരു സബ്ജക്റ്റ് കാണുമല്ലോ. മലയാളത്തിൽ നമ്മൾ കർത്താവ് എന്ന് പറയാറുണ്ട് അല്ലെ. സബ്ജക്റ്റ് ക്രിയ ചെയ്യുന്ന ആളെയാണ്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ പ്രവർത്തിക്കുന്ന ആള്, അല്ലെങ്കിൽ നമുക്ക് പറയാം ആരെ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അയാളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. മലയാളത്തിൽ കർത്താവ് എന്നാണ് പറയുന്നത്. ഈ സബ്ജക്റ്റ് ഒന്നെങ്കിൽ ഒരു പേഴ്സന്റെ പേരാകാം, ഇല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേരാകാം, ഒരു തിങ്ങിന്റെ പേരാകാം, ഒരു ആനിമലിന്റെ പേരാകാം. ഓക്കെ, ഒന്നെങ്കിൽ ഒരു പേരായിട്ട് വരാം, ഇല്ലെങ്കിൽ പ്രോനൗൺസ് ആയിട്ടും നമ്മുടെ സബ്ജക്റ്റ് വരാറുണ്ട്. പ്രോനൗൺസ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ പേരിന്ന് തന്നെ നമുക്കറിയാം പ്രോ നൗൺ അല്ലെ. അപ്പൊ നൗണിനെ എന്തോ ആഡ് ചെയ്യാനുള്ളൊരു സംഭവമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇത്രയേ ഉള്ളൂ പ്രോനൗൺസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ pronouns are words that are used instead of a noun or a noun phrase. അതായത് നൗൺ ഇല്ലെങ്കിൽ നൗണിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഷീന ഈസ് എ ഗുഡ് സിംഗർ അല്ലെ. ഇവിടെ ആരെ കുറിച്ചാ പറയുന്നത്? സബ്ജക്റ്റ് ആരാ? ഷീനയല്ലേ. ഷീന സബ്ജക്റ്റ് അല്ലേ. ഷീന ഒരു പേഴ്സന്റെ പേരല്ലേ. അപ്പൊ നമുക്ക് അതിന് ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണെന്ന് പറയാം? നൗൺ ആണെന്ന് പറയാം. പക്ഷെ ഞാൻ പറയാണ് അവൾ ഒരു നല്ല ഗായികയാണ് അല്ലെ. ഞാനിവിടെ ഷീന എന്നല്ല പറയുന്നത്. ഷീനയ്ക്ക് പകരം ഞാൻ അവൾ എന്നൊരു വാക്ക് യൂസ് ചെയ്തു അല്ലെ. ഇംഗ്ലീഷിൽ വരുമ്പോ ഷീ ഈസ് എ ഗുഡ് സിംഗർ അല്ലെ. അപ്പൊ ഷീ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? പ്രോനൗൺ ആണ് അല്ലെ. അപ്പൊ നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ പ്രോനൗൺസ് എന്ന് പറയുന്നത്. Pronouns are words that are used instead of a noun or a noun phrase. അപ്പോൾ ഒരു സബ്ജക്റ്റ് ഒന്നെങ്കിൽ നൗൺ ആകാം, ഇല്ലെങ്കിൽ പ്രോനൗൺ ആകാം. ഇനി നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പ്രോനൗൺസ്. നമുക്ക് 9 ടൈപ്സ് പഠിക്കാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോന്നിന്റെ വീഡിയോ ചെയ്യുന്നതാണ്. ഇന്ന് നമുക്ക് ആദ്യം പഠിക്കേണ്ടത് പേഴ്സണൽ പ്രൊനൗൺസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് അഥവാ സ്പോക്കൺ ഇംഗ്ലീഷോ ഗ്രാമറോ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് പേഴ്സണൽ പ്രൊനൗൺസ്. പേഴ്സണൽ പ്രൊനൗൺസ് എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പേഴ്സൺ അല്ലെ, വ്യക്തികളെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന പ്രൊനൗൺസിനെയാണ് പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയുന്നത് അല്ലെ.
പേഴ്സണൽ അല്ലെ, പേഴ്സൺ, ഒരു വ്യക്തിയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന പ്രനൗൺസ് ആണ് പേഴ്സണൽ പ്രനൗൺസ്. ഞാനിപ്പോ പറഞ്ഞു ഷീനയ്ക്ക് പകരം നമുക്ക് അവളെന്ന് മലയാളത്തിൽ പറയാം. ഇംഗ്ലീഷിലാണെങ്കിലോ ഷീ എന്ന് പറഞ്ഞൂടെ? രാമു അല്ലെ, രാമുവിന് പകരം അവൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇംഗ്ലീഷ് വരുമ്പോൾ നമ്മൾ ഹി എന്നാണ് പറയുന്നത്. ഇനി പേഴ്സണൽ പ്രനൗൺ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്, പേഴ്സണൽ പ്രനൗൺസ് 3 ടൈപ്പ് ആണ് ഉള്ളത്, അഥവാ 3 പേരെ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. ഒന്നാമത്തത് ഫസ്റ്റ് പേഴ്സൺ. പേഴ്സണൽ പ്രനൗൺസിൽ ആദ്യം മനസ്സിലാക്കേണ്ട ആള് ഒന്ന് ഫസ്റ്റ് പേഴ്സൺ, 2 സെക്കൻഡ് പേഴ്സൺ, 2 സെക്കൻഡ് പേഴ്സൺ. നമ്മൾ ഇതൊക്കെ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണേ. 3 തേർഡ് പേഴ്സൺ അല്ലെ, തേർഡ് പേഴ്സൺ. അപ്പൊ വ്യക്തികൾക്ക് പകരം യൂസ് ചെയ്യുന്ന പ്രനൗൺസ് പേഴ്സണൽ പ്രനൗൺസ് എന്ന് പറഞ്ഞു. അതിൽ 3 പേരുണ്ട്, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ എന്താന്ന് വെച്ചാൽ ദ പേഴ്സൺ ഹൂ ഈസ് സ്പീക്കിംഗ്. ആരാണോ സംസാരിക്കുന്നത് അയാളെയാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കല്ലേ, ഐ ആം സ്പീക്കിംഗ് ടു യു. അപ്പൊ സംസാരിക്കുന്ന ഞാൻ അഥവാ ഐ ഇവിടെ ആരാണ്? ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പൊ ഫസ്റ്റ് പേഴ്സണിൽ വരുന്ന ആളാണ് ഐയും വിയും. വി ആർ സ്പീക്കിംഗ് അല്ലെ, ആരാണോ സംസാരിക്കുന്നത് അയാള് ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സണിൽ വരുന്നത് ഐയും വിയുമാണ്. സെക്കൻഡ് പേഴ്സൺ, ആരോടാണോ സംസാരിക്കുന്നത് അയാളെയാണ് സെക്കൻഡ് പേഴ്സൺ എന്ന് നമ്മൾ പറയുന്നത്. ദ പേഴ്സൺ ഹു ഈസ് സ്പോക്കൺ ടു. ഞാൻ നിങ്ങളോടല്ലേ സംസാരിക്കുന്നത്, സംസാരിക്കുന്ന ഞാൻ എന്ന് പറയുന്നത് ഐ ആണ്. ഐ ആം സ്പീക്കിംഗ് ടു യു അല്ലെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ അഥവാ യു ആണ് ഇവിടെ ആര്? സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത്. സിംഗുലറും യു തന്നെയാണ്, പ്ലൂറലും യു തന്നെയാണ്. ഇവിടെ ഫസ്റ്റ് പേഴ്സൺ വരെയാണെങ്കിൽ ഐ സിംഗുലറും വി പ്ലൂറലുമാണ് കേട്ടോ. ഇനി തേർഡ് പേഴ്സൺ, ആരെ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അതിനെയാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയാണ്, അവനില്ലേ, അവൻ നാളെ കാനഡയ്ക്ക് പോവാണ് കേട്ടോ. ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്ന ആരെ കുറിച്ചാണ്? അവനെ കുറിച്ചല്ലേ. അപ്പൊ ഈ അവൻ എന്ന് പറയുന്നത് ആരാണ്? തേർഡ് പേഴ്സൺ ആണ്. ആരെ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അത് തേർഡ് പേഴ്സൺ. തേർഡ് പേഴ്സണിൽ വരുന്ന ആൾക്കാരാണ് ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ. ഓക്കെ, തേർഡ് പേഴ്സണിൽ വരുന്നത് ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി മനസ്സിലാക്കേണ്ടതാണ് ഇതിന്റെ സിംഗുലറും പ്ലൂറലും മനസ്സിലാക്കുക. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒന്ന്, ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പ്ലൂറൽ. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. സിംഗുലറും സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും. ഓക്കെ, സിംഗുലറും പ്ലൂറലും. ഫസ്റ്റ് പേഴ്സണിൽ ആരൊക്കെയാ വരുന്നത്? ഐയും വിയുമാണ്. ഐ സിംഗുലറും ഫസ്റ്റ് പേഴ്സണില് വി പ്ലൂറലുമാണ്. സെക്കൻഡ് പേഴ്സണിൽ ആരൊക്കെയാ വരുന്നത്? യു അല്ലേ, സിംഗുലറും യു ആണ്, പ്ലൂറലും യു ആണ്. തേർഡ് പേഴ്സണിൽ ആരൊക്കെയാ വരിക? ഹി, ഷീ, ഇറ്റ് അല്ലെ, ഓൾറെഡി പഠിച്ചതാണ്. ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഇറ്റ് എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണെ ഇല്ല കാണിക്കുക, ഒരു ലൈഫ്ലെസ് ആയിട്ടുള്ള തിങ്സ്, ടൈം, ഡിസ്റ്റൻസ്, വെദർ, ചിൽഡ്രൻ, ഇതിനെയൊക്കെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഇറ്റ് യൂസ് ചെയ്യുന്നത്. ഹി, ഷീ, ഇറ്റ് സിംഗുലർ ആണെങ്കിൽ ഇതിന്റെ പ്ലൂറൽ എന്ന് പറയുന്നത് ദേ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയുക. ഐ സിംഗുലറും വി പ്ലൂറലുമാണ്. യു സിംഗുലറും യുവും പ്ലൂറൽ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഹി, ഷീ, ഇറ്റ് സിംഗുലർ ആണെങ്കിൽ അതിന്റെ പ്ലൂറൽ ദേ ആണ്. ഇനി ഇതിന്റെയൊക്കെ മീനിങ്സ് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ പറയാണ് ഐ എന്ന് വെച്ചാൽ മലയാളത്തിൽ ഞാൻ എന്നാണ് അർത്ഥം വരുന്നത്. ഞാൻ, എന്റെ പേര് രേഷ്മ, ഐ ആം രേഷ്മ അല്ലെ. ഐ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ എന്നാണ് അർത്ഥം വരുന്നത് മലയാളത്തില്. ഓക്കെ, ഇനി ഫസ്റ്റ് പേഴ്സണിൽ ഐ കൂടാതെ വരുന്ന ആളാരാണ്? പ്ലൂറല് വി അല്ലേ. വി എന്ന് വെച്ചാൽ ഞങ്ങൾ, പ്ലൂറലാണ് ഞങ്ങൾ. ഓക്കെ, ഞങ്ങൾ പ്ലൂറലാണ് അല്ലെ.
വി ആർ സ്റ്റുഡൻസ്, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ അല്ലെ, ഐ ആം എ സ്റ്റുഡൻറ്, ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്. ഐ ആം എ സ്റ്റുഡൻറ്, ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. വി ആർ സ്റ്റുഡൻസ്. അടുത്തത് യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്. നീ എന്നും നമുക്ക് പറയാം, നിങ്ങൾ എന്നും നമുക്ക് പറയാം. സിംഗുലറും പ്ലൂറലുമായിട്ട് നമ്മൾ യുവിനെ യൂസ് ചെയ്യാറുണ്ട്, സിംഗുലർ സെൻസിലും പ്ലൂറൽ സെൻസിലും. നീ അഥവാ നിങ്ങൾ, നീ ഒരു സ്റ്റുഡന്റ് ആണ്. യു ആർ എ സ്റ്റുഡന്റ്. നിങ്ങൾ സ്റ്റുഡൻസ് ആണെന്നാണെങ്കിലും യു ആർ സ്റ്റുഡൻസ് അല്ലെ. നീ അഥവാ നിങ്ങൾ എന്ന് പറയാനാണ് ഇംഗ്ലീഷിൽ യു നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി തേർഡ് പേഴ്സണിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ. ഹി സിംഗുലർ അല്ലേ? ഹി എന്ന് വെച്ചാൽ അവൻ. മലയാളത്തില് മെയിലിനെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന പേഴ്സണൽ പ്രൊനൗൺ ആണ് ഹി അല്ലേ. അവൻ. ഷീ നോക്കിക്കേ, അവൾ അല്ലെ. ഫീമെയിലിനെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന പേഴ്സണൽ പ്രൊനൗൺ ആണ് അവൾ. ഹി ഈസ് എ സ്റ്റുഡന്റ്, അവൻ ഒരു സ്റ്റുഡന്റ് ആണ്. അവൾ ഒരു സ്റ്റുഡന്റ് ആണ്. ഷീ ഈസ് എ സ്റ്റുഡന്റ് അല്ലെ. ഇനി ഹി, ഷീ കഴിഞ്ഞാൽ ഇറ്റ് ആണ്, ലൈഫ്ലെസ് തിങ്സിനെ കാണിക്കാൻ. അപ്പൊ നമുക്കിവിടെ ഇറ്റ് എന്ന് പറയുന്നത് അത്, അത് എന്നൊക്കെ നമുക്ക് പറയാം. അതിന്റെ വാലിൽ ചവിട്ടരുത് അല്ലെ. ഇറ്റ്സ് ടെയിൽ, ഇറ്റ്സ് പോ അല്ലെ. അപ്പൊ ഒരു ലൈഫ്ലെസ് ആയിട്ടുള്ള തിങ്സിനെയാണ് ഇറ്റ് കാണിക്കുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്ന ആളാണ് നമ്മുടെ പ്ലൂറൽ എന്ന് പറയുന്നത് ദേ. ദേ എന്ന് വെച്ചാൽ അവർ. അവർ സ്റ്റുഡൻസ് ആണ്. അവർ മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? ദേ ആർ സ്റ്റുഡൻസ്. ദേ ആർ സ്റ്റുഡൻസ്. ദേ പ്ലൂറൽ ആണ്. അതുപോലെ വി പ്ലൂറൽ ആണ്, യു പ്ലൂറൽ ആണ്, ഐ, ഹി, ഷീ, ഇറ്റ് ഇതൊക്കെ സിംഗുലർ ആണ്. ഓക്കെ. ഐ എന്ന് വെച്ചാൽ ഞാൻ, വി എന്ന് വെച്ചാൽ ഞങ്ങൾ, യു എന്ന് വെച്ചാൽ നീ ഓർ നിങ്ങൾ, പ്ലൂറൽ ആയിട്ടും പറയും. ഹി എന്ന് പറയുന്ന മെയിലിനെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന പേഴ്സണൽ പ്രൊനൗൺ ആണ് അവൻ. ഷീ എന്ന് വെച്ചാൽ അവൾ, ഇറ്റ് എന്ന് വെച്ചാൽ അത്, ദേ എന്ന് വെച്ചാൽ അവർ. കുറച്ച് എക്സാമ്പിൾസും കൂടി നമുക്ക് ഇനി കണ്ടു നോക്കാം കേട്ടോ. ഇപ്പൊ പറയാണ്, ഹി ഈസ് എ സ്റ്റുഡന്റ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മളൊരു ബേസിക് റൂള് പഠിച്ചു. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആകും, സബ്ജക്ട് പ്ലൂറൽ ആകുമ്പോൾ വേർബ് പ്ലൂറൽ ആകും. വേർബിന് എസ് ഓർ ഇഎസ് ചേർത്താണ് സിംഗുലർ ആക്കുന്നത്. ഇവിടെ ഹി എന്ന് പറയുന്ന സബ്ജക്ട് സിംഗുലർ ആണ്, സോ നമ്മൾ ഈസ് ചേർത്തു. ആണ് എന്നൊരർത്ഥമാണ് ഈസ് ആം ആറ് തരുന്നെന്ന് പഠിച്ചു. വാസ് ഓർ വേറെ ആയിരുന്നു. ഹാസ്, ഹാവ്, ഹാഡ് ഉണ്ട് എന്ന് കാണിക്കാൻ യൂസ് ചെയ്യുന്നു. ഡു, ഡസ്, ഡിഡ് ചെയ്യൂ, ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് കാണിക്കാൻ ഡു, ഡസ്, ഡിഡ് യൂസ് ചെയ്യുന്നു. അവൻ ഒരു സ്റ്റുഡന്റ് ആണ്. അവന്റെ ഇംഗ്ലീഷ് എന്താണ്? ഹി. ഹി ഈസ് എ സ്റ്റുഡന്റ്. ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഐ ആം എ സ്റ്റുഡന്റ്. ഐ വരുമ്പോ കൂടെ എപ്പോഴും ആരാ വരിക? പ്രസന്റില് ആം ആണ്. ഞാൻ എന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ എന്താ പറയാ? ഞാനിന്റെ ഇംഗ്ലീഷ് ഐ. ഐ ആം എ സ്റ്റുഡന്റ്. അവൾ ഒരു സ്റ്റുഡന്റ് ആണ്. ഷീ ഈസ് എ സ്റ്റുഡന്റ്. അവൾ എന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ എന്താണ് അവളുടെ ഇംഗ്ലീഷ്? ഷീ. ഷീ ഈസ് എ സ്റ്റുഡന്റ്. വി ആർ സ്റ്റുഡൻസ്. ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ എന്ന് ഇംഗ്ലീഷിൽ പറയാൻ യൂസ് ചെയ്യുന്ന പ്രൊനൗൺ ഏതാണ്? വി ആണ്. വി ആർ സ്റ്റുഡൻസ്. ഇവിടെ സബ്ജക്റ്റ് വി അല്ലേ, പ്ലൂറൽ അല്ലേ. അപ്പൊ നമ്മുടെ വെർബ് കണ്ടോ, ആറാണ് വന്ന പ്ലൂറൽ അല്ലേ. അവർ സ്റ്റുഡൻസ് ആണ്. അവർ എന്ന് പറയാൻ ഇംഗ്ലീഷിൽ ആരെ യൂസ് ചെയ്യാ? ദേ. ദേ പ്ലൂറൽ അല്ലേ. അപ്പൊ വെർബും പ്ലൂറൽ ആകുക. പ്രസന്റിൽ ദേ വന്നാൽ ആറ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദേ ആർ സ്റ്റുഡൻസ് അല്ലെ. ദേ ആർ സ്റ്റുഡൻസ്. അടുത്തത് മഴ പെയ്യുകയാണ്. ഇറ്റ് ഈസ് റെയിനിങ് അല്ലെ. വെദറിനെയാണ് കാണിക്കുന്നത്, പേഴ്സൺ അല്ല. ഇറ്റ് ഈസ് റെയിനിങ് അല്ലെ. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഷീ അവള്, ഇറ്റ് എന്ന് പറയുന്ന ലൈഫ്ലെസ് തിങ്സ്, ദേ അവര്, ഫസ്റ്റ് പേഴ്സൺ ഐ ഞാന്, വി ഞങ്ങള്, യു എന്ന് പറയുന്നത് നീ അഥവാ നിങ്ങൾ, സിംഗുലറും യു ആണ്, പ്ലൂറലും യു ആണ് അല്ലെ. യു ആർ എ സ്റ്റുഡന്റ്. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണ്. യു ആർ എ സ്റ്റുഡന്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അഥവാ പ്രൊനൗൺസിന്റെ ഫസ്റ്റ് ആണ് പേഴ്സണൽ പ്രൊനൗൺസ്. ഇത്രയേ ഉള്ളൂ. പേഴ്സണെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന പ്രൊനൗൺസിനെ പേഴ്സണൽ പ്രൊനൗൺസ് എന്നാണ് വിളിക്കുക. 3 പേഴ്സൺ ആണ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ.
ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ആരാണോ സംസാരിക്കുന്നത് അതാണ് ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സണിൽ വരുന്നത് ഐയും വിയുമാണ്. ഐ സിംഗുലറും വി പ്ലൂറലുമാണ്. സെക്കൻഡ് പേഴ്സൺ ആരോടാണോ സംസാരിക്കുന്നത് അത് സെക്കൻഡ് പേഴ്സൺ, സിംഗുലറും യു ആണ്, പ്ലൂറലും യു ആണ്. തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആരെ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അത് തേർഡ് പേഴ്സൺ. ഹി ഷീ ഇറ്റ് സിംഗുലറും ദേ പ്ലൂറലുമാണ്. അതിൽ ഐ എന്ന് വെച്ചാൽ മലയാളത്തിൽ ഞാനാണ്, വി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഞങ്ങൾ, യു എന്ന് വെച്ചാൽ നീ അഥവാ നിങ്ങൾ, സിംഗുലറും പ്ലൂറലും യു തന്നെയാണ്. ഹി എന്ന് വെച്ചാൽ അവൻ, ഷീ എന്ന് വെച്ചാൽ അവള്, ഇറ്റ് എന്ന് പറയുമ്പോൾ ഒരു ടൈം ഡിസ്റ്റൻസിനെയൊക്കെ കാണിക്കാനാണ് ഇറ്റ് യൂസ് ചെയ്യുക, ലൈഫ്ലെസ് തിങ്സിനെയൊക്കെ. ഇനി ദേ എന്ന് വെച്ചാൽ അവർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നമ്മൾ സ്കൂളിലെ പഠിക്കുന്നതാണ്, എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ബേസുമാണ്. അപ്പൊ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു സെഷനായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ രേഷ്മ. താങ്ക് യു ഓൾ.